ബാബാജി നമസ്കാരം. നമസ്തേ, ഈ നമസ്തേ. വേഷം കാണുമ്പോ തന്നെ എനിക്ക് എവിടെയൊക്കെയോ ചില മാറ്റങ്ങൾ തോന്നുന്നു. അല്ല ഞാൻ ഈ വൈറ്റ് ആൻഡ് വൈറ്റ് വേഷം ഞാൻ സാധാരണ ഇത് അങ്ങനെ കണ്ടിട്ടില്ല. ഇല്ല, നമ്മള് സാധാരണ കറുപ്പ ഉപയോഗിക്കാറ്, ആ, ഇല്ലെങ്കിൽ ചുവപ്പ്. അപ്പൊ ഒരു അതിന്റെ തനി ചണ്ടാളൻ അല്ല, ഭാവ. അപ്പൊ അതിന് തോന്നി. എന്താ വെച്ചാല് നമ്മള് സ്വതവേ ഇനിയിപ്പോ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ നേരിട്ടാണ് അവർക്കറിയാം. എന്താ പറയാ, ഇപ്പൊ ബൈജുജിക്കൊക്കെ കൃത്യമായിട്ടറിയാം. നമ്മള് ഇപ്പൊ 2 ദിവസം മുന്നേ ഒരു കോട്ട് തൂങ്ങി കിടന്നിരുന്നു. നമ്മള് കോട്ടും പാന്റ് വരെ ഇടും. പക്ഷെ ഇപ്പൊ വൈറ്റ് ഇടാൻ എന്താ വെച്ചാൽ നമുക്കെന്തോ വൈറ്റ്. ഇനി അത് മാത്രല്ല, കാവി ഇവിടെ ഇരിക്കുന്നുണ്ട്. കാരണം നമ്മളെന്തോ ഒരു കളർ മാത്രമേ ഉപയോഗിക്കുള്ളൂ ഒരു ധാരണ ഉണ്ട്. നമ്മളങ്ങനെ കളറിന്റേതോ വേഷത്തിന്റെയോ ഭക്ഷണത്തിന്റെയോ ഭൂഷാദികളുടെയോ ആത്മീയത നമ്മൾ പിൻപറ്റുന്നില്ല. നമുക്ക് എന്താ വെച്ചാൽ എല്ലാം സൂട്ടബിൾ ആയി. ഇപ്പൊ എന്താ വെച്ചാൽ ഇത് നമുക്ക് തോന്നി എടുത്തിട്ടു. അപ്പൊ ഈ കാണുന്ന ആൾക്കാർക്ക് ശരിക്കും എന്താണ് ബാബ? അവിടെയാണ് എന്താ വെച്ചാല് സത്യമായിട്ട് ഈ ധർമ്മം നമ്മളോട് പറയുന്നത് ഒരു സമ്പ്രദായത്തിൽ ഒതുങ്ങി കിടക്കാൻ വേണ്ടിയിട്ടല്ല പറയണത്. നമ്മളോട് യാത്ര തിരിക്കാനാ പറയുന്നത്. നീ നിന്റെ അമ്മയുടെ വയറ്റിൽ നിന്ന് വന്ന് പിറന്നു, ഇവിടെ നീ വളർന്നു പോവുകയല്ലേ ചെയ്യണത്, തളർന്നു പോവല്ലല്ലോ. അതുപോലെ ആത്മീയതയിൽ വളർന്നു വളർന്നു പോയിട്ട് എന്താണ് സ്വാതന്ത്ര്യം നേടും. അത് നമ്മൾ പറയുകയാണെങ്കിൽ നിങ്ങൾ മതത്തിന്റെ വേദിക്കെട്ടിലും ജാതിയുടെ വേദിക്കെട്ടിലും സമ്പ്രദായത്തിന്റെ വേദിക്കെട്ടിലും ഉണ്ടാവില്ല. അതല്ല സനാതന ധർമ്മം. അതൊക്കെ സെമിറ്റിക് കാഴ്ചപ്പാടാണ്. ഈ ധർമ്മം വിശാലം. നമുക്ക് പൂർണ്ണമായും ഈ പ്രപഞ്ചത്തെ ആസ്വദിച്ച് ധാർമ്മികമായി ആസ്വദിച്ചറിഞ്ഞ് മുന്നോട്ട് പോകും. നമ്മൾ ആ ശിവനാണ്, നമ്മൾ ആ ശിവബോധത്തിൽ ലയിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് നാനാരൂപഭാവേന കൗള വിചരന്തി മഹീതലേ എന്ന് കൗളം പറയും. ഏത് രൂപത്തിലും ഭാവത്തിലും കൗളന്മാർ ഈ ലോകത്തിൽ കാര്യം ബോധ്യപ്പെടുത്താനൊന്നുമില്ല. കാരണം പരമമായ അതിനെ പറയാം അവധൂതത്വം എന്ന് പറയും. അവധൂതൻ എന്ന് പറഞ്ഞാൽ തിന്നാതെയും കുടിക്കാതെയും തുണിയെടുക്കാത്തെന്ന് തപ്പൊന്നുമില്ല. സ്വതന്ത്രനാവും. ഒന്നും കെട്ടുപോലെ ഭാര്യ, മക്കള്, അച്ഛനമ്മ, ഇതൊക്കെ നിങ്ങൾക്ക് കാണാം. പക്ഷെ നമ്മളിതൊന്നും കെട്ടുവിട്ട് കിടക്കുന്നില്ല. എല്ലാം നമുക്ക് സെറ്റാ. പിന്നെ ഇപ്പൊ സ്വാഭാവികമായിട്ട് ചോദിക്കും, ഇങ്ങനെയായിട്ടാണോ ബാബാജി ഹിന്ദുക്കൾക്ക് നേരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ വാളം വരി എടുക്കണ വെച്ചാൽ ധർമ്മ സംരക്ഷണം. ഈ ശരീരം ഉണ്ടെങ്കിലല്ലേ, ശരീരം ആദ്യമെങ്കിലും ധർമ്മസാധനം. ഈ ശരീരം ഉണ്ടെങ്കിലല്ലേ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുമോ? ആ ശരീരമാണ് നമുക്ക് ഹിന്ദു ധർമ്മം. അത് മുസ്ലിങ്ങളോടും ക്രൈസ്തവരോടും ആരോടും നമുക്ക് മോശമില്ല. ഒരു വിപ്ലവത്തിന്റെ അവരുടെ മോശമില്ല. പക്ഷെ മറിച്ച് ഈ ധർമ്മം ഉണ്ടെങ്കിലല്ലേ നമുക്കും, ഈ ധർമ്മമാക്കുന്ന ശരീരം ഉണ്ടെങ്കിലല്ലേ നമുക്കും. എന്തായാലും അങ്ങയെ കുറിച്ച് നമ്മൾ സാധാരണ കേൾക്കുന്നതും വായിക്കുന്നതും അങ്ങേക്ക് എതിരെയും അങ്ങേക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള മെസ്സേജുകൾ കാണുമ്പോഴും മനസ്സിലാവുന്ന ഒരു കാര്യം, ഇപ്പൊ ഒരു ക്രിസ്ത്യാനിയോ ഒരു മുസ്ലിമോ ഒന്നും അങ്ങയുടെ എതിരല്ല എന്ന് പറയാമെങ്കിലും എതിരാവുന്നത് ആരാന്നുള്ളത് വേറൊരു വലിയ വിഷയം. അതുകൊണ്ടാണ് വിഷയം. അത് എന്തായാലും അങ്ങയുടെ ചോദ്യവും സംശയമൊന്നും കുഴപ്പമില്ല. ഇതിന്റെ വിഷയം നമ്മൾ നിരന്തരം സമാജത്തിലെ മുഖ്യമായിരിക്കുന്ന നേതാക്കന്മാരോടും ആചാര്യന്മാരോടും നിരന്തരം പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ അംബേദ്കറെ മറ്റുള്ളവരെ കേട്ട പോലെ ആത്മീയതയിൽ ചണ്ടാളവാദി ഒന്ന് കേൾക്കും. കേൾക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയണേ പറഞ്ഞോളുകൊണ്ട് ശരി, ഇതല്ല നമ്മൾ പറയുന്ന വിഷയം. ഇപ്പോഴും തന്നെ നമ്മളുടെ ഈ ഒരു ചാനലിൽ ഇത് വരുന്ന സമയത്ത് ഈ പറയുന്ന വിഷയത്തെക്കുറിച്ച് ഒരു ധാരണയും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് അറിയില്ല എന്ന്. നിങ്ങൾ വേദത്തെക്കുറിച്ച് പറയും, നമുക്കറിയുന്നത് പറയാം. നിങ്ങൾ വേദാന്തത്തെക്കുറിച്ച് പറയും, നമുക്കറിയുന്നത് പറയാം. എന്നാൽ നമ്മൾ ഈ പറയുന്ന സമ്പ്രദായത്തെക്കുറിച്ച് പറയാം, നിങ്ങൾ എന്തെങ്കിലും പറയും. അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഹിന്ദുവിനെ അറിയില്ല. അങ്ങനെയുള്ള നിങ്ങൾ മുന്നോട്ട് നയിക്കുന്ന ഹിന്ദുക്കൾക്ക് ഐക്യപ്പെടാൻ കഴിയില്ല. ഹിന്ദുക്കൾ ഐക്യപ്പെടണമെങ്കിൽ സാഹോദര്യ ഭാവത്തിലാണ് ഐക്യപ്പെടുന്നത്. അങ്ങും നമ്മളും ഇദ്ദേഹമൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മൾ ആരും തന്നെ ജാതി ചോദിച്ചിട്ടില്ല. കഴിക്കുന്ന ഭക്ഷണമോ ഇപ്പൊ എന്ത് കഴിച്ചു, ഭക്ഷണം കഴിച്ചു എന്നുള്ള എപ്പോഴും ഒന്നുമില്ല. ഇത് പറഞ്ഞ പോലെ ഒരുത്തന്റെ കർമ്മവും അവന്റെ ധർമ്മവും അവന്റെ ഭക്ഷണവും ഒക്കെ എന്തോ ആയിക്കോട്ടെ, ജനിച്ച കുലം എന്തേലും ആയിക്കോട്ടെ, ഒക്കെ ഭാരതാമ്പ പെറ്റതാണ്. ഇനി അപ്പുറം കിടന്ന് ലോകാമ്പ പെറ്റതാണ്. നമ്മളെല്ലാം ഒരു അമ്മയുടെ മക്കളാണ്. ഒരമ്മയ്ക്ക് പെറ്റ മക്കൾ തന്നെ പല സ്വഭാവത്തിലും പല തൊഴിലും ചെയ്യുന്നുണ്ട്. അതുപോലെയാണ് നമ്മളെല്ലാവരും. ഇനി ഹിന്ദു ധർമ്മത്തിന്റെ മക്കളാവുമ്പോ, ധർമ്മമാതാവ് പെറ്റ മക്കളാവുമ്പോ ഈ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ മുന്നോട്ട് പോകണ്ടേ? ഇവിടെ അതല്ല സംഭവിക്കുന്നേ. ജ്യേഷ്ഠൻ രാമനെ പോലെ കൃഷ്ണനും മാറണം, എന്നാൽ മാത്രമേ കൃഷ്ണൻ അംഗീകരിക്കുള്ളൂ എന്ന് പറഞ്ഞ സംവിധാനമാണ്. അത് മാറാനാ പറയുന്നത് നമ്മൾ. അത് ആ വിശാലതയാണ് സനാതനധർമ്മം. അപ്പൊ നമ്മൾ പറയുന്നതാണോ സനാതനധർമ്മം? അല്ല ഏതെങ്കിലും ഒരു കാവിയോ വെള്ളയോ കറുപ്പോ പച്ചയോ നീലയോ കാണിച്ചിട്ട് അതിന്റെ ഒരു സമ്പ്രദായം കാണിച്ച് ഇതാണ് സനാതനധർമ്മം എന്ന് പറഞ്ഞിട്ട് എവിടെ നോക്കിയാൽ അത് കാണിക്കുന്നതാണോ? പക്ഷെ അങ്ങിപ്പോ പറഞ്ഞത് അങ്ങയുടെ ശബ്ദം അങ്ങേക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാൻ തയ്യാറാകുന്നില്ല. എന്താ പ്രശ്നം? നമ്മളെന്തോ കുറ്റം പറയാൻ തോന്നണേ. കുറ്റം പറയാറുണ്ടെങ്കിൽ പുട്ടില് തേങ്ങ കൂടിയ അമ്മ എന്നെന്താ പുട്ടില് അരിയില്ലല്ലോ, തേങ്ങയാണെന്ന് പറയുക കുറ്റല്ലല്ലോ. ഇവിടെ ഈ പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഈ ധർമ്മത്തിന്റെ, ഇന്നും ഈ ധർമ്മം നേരിടുന്ന വിഷയം എന്താ? ഇപ്പോൾ ഈ സംസാരിക്കുന്ന ഈ നിമിഷത്തിൽ പോലും ഈ ധർമ്മത്തിന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ജാതീയ ഉച്ചനീചത്വമാണെന്ന്. ഇന്നലത്തെ മനുസ്മൃതി തോണ്ടിയിട്ടും അതിലെ കാര്യങ്ങൾ തോണ്ടിയിട്ട് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആക്ഷേപിക്കാൻ. ഇപ്പോഴത്തെ കാര്യമല്ല പറയുന്നേ, ഇന്നലത്തെ കാര്യമാണ് ഇപ്പോൾ പറയുന്നുണ്ടെങ്കിൽ പോലും ആ ഇപ്പോൾ പറയുന്ന സംവിധാനത്തിലും ചിലപ്പോൾ ഇന്ന സമുദായക്കാരനെ ആക്ഷേപിച്ചു, അടിച്ചു,
പൂണൂലിട്ട എംബ്രാന്തിരിയെ കണ്ടപ്പോ പൂണൂലിട്ട പൊലയനാണെന്ന് പറഞ്ഞു. ഇതൊക്കെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. ഇതൊന്നും ഇപ്പൊ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമല്ല. പക്ഷെ ഇപ്പോൾ ഇതാ ഹിന്ദുവിനെ ആക്ഷേപിക്കാൻ പറയുന്നു. അപ്പൊ അത് പരിഹരിച്ചാലേ ഹിന്ദുവിന് ഒരടി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അത് പരിഹരിക്കണമെങ്കിൽ ഈ സംവിധാനം മാറണം. ക്ഷേത്രത്തിൽ ഒരാളെ ശാന്തിക്ക് എടുക്കുമ്പോഴും മറ്റു ഇതിനെടുക്കുമ്പോഴും അവൻ നമ്പൂരിയാണോ നായരാണോ ഈഴവനാണോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. അവന് പണിയറിയുമെന്ന് നോക്കട്ടുള്ളൂ. ഇതിപ്പോ എന്താ വെച്ചാൽ അവൻ എന്തായാലും ഒരു വൈദിക ബ്രാഹ്മണ സമ്പ്രദായം പിൻപറ്റിയാൽ മാത്രമേ അവൻ ഇതാവുള്ളൂ. അങ്ങനെയൊന്നുമല്ല. അന്നേരം അതിന് കുറെ മാറ്റം വന്നിട്ടില്ലേ ഇപ്പൊ? പ്രത്യേകിച്ചും ഈ ദേവസ്വം സിസ്റ്റം ഒക്കെ ആയി വന്നതിന് ശേഷം. ദേവസ്വത്തിലാണെങ്കിൽ നമ്മൾ വേണം ദേവസ്വത്തിൽ മാറ്റണ്ട്, മറ്റുള്ളവർ മാറ്റില്ല. ദേവസ്വം ബോർഡിലാണ് ഇപ്പോ ചണ്ടാള ബാബ ഇന്ത്യ മഹാരാജ്യത്ത് തന്ത്രിയായിട്ട് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് ദേവസ്വം ബോർഡിലാണ്. ഹിന്ദു സംവിധാനത്തിൽ എവിടെ? ഹിന്ദുക്കൾ മലബാറിൽ എന്തോരം ക്ഷേത്രങ്ങളെ പുനരുദ്ധരിക്കുന്നുണ്ട് എന്ന് കൂടി വെച്ചു. സോമയാജിപ്പാടും അക്കിത്തിരിപ്പാടും ഒക്കെ തന്ത്രിയായിട്ട് വരുന്നുണ്ട്. ചണ്ടാളബാബയെ തന്ത്രിയാക്കുന്ന പരാതി വെച്ചാൽ പരാതി ഉണ്ടാവും. പരാതി പറയണ്ടേ? അല്ല, നിങ്ങൾ സ്വയം ക്ഷേത്രം കെട്ടുമെന്നാണെങ്കിൽ പിന്നെ എന്തിനാ നമുക്ക് നമ്മളുടെയൊക്കെ കാര്യങ്ങൾ നോക്കാൻ ഹിന്ദു സാമാജികരെന്തിനാ? വേണ്ടല്ലോ. അപ്പൊ അവിടെ എന്താ വെച്ചാൽ അറിയാം, അയാൾ മലവാരം, അതെന്താ വൈദികന് തന്ത്രം ചെയ്യാമെങ്കിൽ താന്ത്രികന് വൈദികൻ ചെയ്യും. ആവണം. പണിയറിയൊന്ന് നോക്കണ്ടേ? ലിമിറ്റേഷൻസിന്റെ ആവശ്യമില്ല. ഇപ്പോഴും കാസ്റ്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് കാസ്റ്റ് ഇല്ല. എനിക്ക് കാസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഏതെങ്കിലും സമുദായം നോക്കി ആളുകളെ പഠിപ്പിക്കണം, കൂടെ നിർത്തണം. ഞാൻ അവർക്ക് വേണ്ടി മാത്രം സംസാരിക്കണം. നമ്മളുടെ ഇതുവരെയുള്ള ആത്മീയ പ്രവർത്തനം എവിടെ നോക്കിയാലും അത് കാണാൻ പറ്റില്ല. ഒരു പക്ഷം ചേരൽ കാണാൻ പറ്റില്ല. ഉണ്ടെങ്കിൽ അത് പറയും. ഇപ്പോഴും നമ്പൂതിരിമാരല്ല നമ്മൾ പറയുന്നേ, അവരല്ല വിഷയം. നമ്പൂതിരിമാർ ഈ സമൂഹത്തിൽ എവിടെങ്കിലും ഒരു ജാതി പ്രശ്നം, നിങ്ങൾ ഏത് വാർത്ത നോക്കിക്കോളൂ കേരളത്തിൽ, നമ്പൂതിരി എവിടെങ്കിലും ജാതീയമായിട്ട് ആക്ഷേപിച്ചു കാണാൻ പറ്റില്ലാന്ന്. അപ്പൊ അവരല്ല ഇവിടുത്തെ വിഷയം. ഇതിന്റെ ഇപ്പൊ നമ്മൾ ബ്രാഹ്മണിസം എന്ന് പറയുമ്പോൾ ആളുകൾ ഇരുന്ന് വെച്ചാൽ ബ്രാഹ്മണരെ പറയും. അങ്ങനെയല്ല, കൊലയന് പറയനോട് തോന്നുന്ന ഒരു ഹയറാർക്കി സംവിധാനം ഉണ്ട്. അതിന്റെ പേരാണ് ബ്രാഹ്മണിസം. അത് നമ്പൂരിക്ക് നായരോട് തോന്നും, നായർക്ക് ഈഴവനോട് തോന്നുന്നു, ഒക്കെ ബ്രാഹ്മണിസമാണ്. മേൽക്കൊയ്മ സിദ്ധാന്തം. പേര് ബ്രാഹ്മണിസം എന്ന് പറഞ്ഞു പ്രചരിച്ചോണ്ട് പറയുക. ബ്രാഹ്മണിസം എന്നുള്ള പേര് പറയുമ്പോൾ എല്ലാവരും നമ്പൂരിസം. അങ്ങനെയില്ല, അത് തെറ്റാണ്. അവർക്ക് ഭരണം ഉണ്ടായിരുന്ന കാലത്ത് അവരെന്തെങ്കിലും ചെയ്യുന്നില്ല, അപ്പുറം ഒന്നും. അപ്പൊ അതാണ് പറഞ്ഞത്. നമ്മൾ ഇപ്പോ സംസാരിച്ചു തുടങ്ങുന്നത് വിശ്വാസത്തിൽ നിന്നാണെങ്കിൽ പോകുന്നത് ഒരു സാമൂഹിക വ്യവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നത്. സാമൂഹികമായ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടാതെ ഒരിക്കലും തന്നെ ഒരു രാഷ്ട്രത്തിന്റെ പ്രശ്നങ്ങൾ തീരുന്നില്ല. അപ്പൊ നമ്മുടെ സംസാരം കേവലം ഭക്തിയല്ല. നമ്മുടെ സംസാരം അതില് എല്ലാം, നമ്മുടെ രാഷ്ട്രീയം ഉണ്ടായിരിക്കും, സാമൂഹികം ഉണ്ടായിരിക്കും, ഒക്കെ ഉണ്ടായിരിക്കും. അതില് വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കണം, ഏതോതിയിട്ട് കാര്യം. ഇന്നും ഈ രാഷ്ട്രത്തിന്റെ അവസ്ഥ എന്താ? ഇപ്പൊ മതം മാറ്റുന്നവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? അവിടെ പട്ടിണിയാണ്, അവിടെ കുഷ്ഠരോഗമുണ്ട്, അവിടെ ക്ഷയമുണ്ട്. ആദിവാസി ഊരുകളിൽ ക്ഷയവും പട്ടിണിയും മാറ്റാൻ വേണ്ടിയിട്ട് ക്രൈസ്തവ പുരോഹിതർ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇവിടുത്തെ സംവിധാനം എന്താ? ഹിന്ദുക്കൾ എന്ത് ചെയ്യുന്നു? നമുക്ക് ചെയ്തൂടെ എന്ന് ചോദിക്കുന്ന ആരെങ്കിലും നമ്മളെ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ നമുക്കെന്ത് ചെയ്യുന്നു? നമ്മളൊരു ആത്മീയതയിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരാളാണ്, നമുക്ക് പറ്റുന്നത് ചെയ്യുന്നുണ്ട്. പക്ഷെ സമാജം നമുക്കെന്ത് ചെയ്യുന്നു? നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല. സംഘീയ ശക്തികളിലെ സംഘടിച്ചിട്ടേ പറ്റുള്ളൂ. സംഘടിച്ചുകൊണ്ട് നമുക്കൊപ്പം, നമ്മൾ എപ്പോഴും പറയേണ്ട ആദിവാസി ഊരുകളിൽ അവരെ മതം മാറ്റാൻ വേണ്ടിയിട്ട് മറ്റു പലതും പറയുമ്പോൾ അവിടേക്ക് നമുക്ക് എത്താനുള്ള മാർഗം തെളിച്ചു തരൂ. നമുക്ക് ഒറ്റയ്ക്ക് വെട്ടുകൊണ്ട് വെട്ടി ആളെ വെട്ടുന്ന കാര്യമല്ല കാണുന്നത്, കാട് വെട്ടിപ്പോകുന്ന കാര്യം. കാട് വെട്ടിപ്പോകാൻ പരിധിയുണ്ട്. എന്നാൽ അത്തരം മേഖലകളിൽ നമ്മളിപ്പോൾ ഒരാളെ കൊണ്ടുപോയി നമ്മളെ പ്രസന്റ് ചെയ്തുകൊണ്ട്, ഇതാ നിങ്ങളുടെ ആചാരം കൃത്യമായി പറയുന്നു, ഇതിന്റെ മഹത്വം പറയുന്നു, ഇതിനൊന്ന് കേൾക്കൂ, നിങ്ങൾ ആചരിക്കൂ. നമുക്ക് ആളെ കൂട്ടാനോ പാർട്ടി ഉണ്ടാക്കാനോ അല്ല, ഈ ധർമ്മത്തിൽ നിൽക്കണവർ. ഈ ധർമ്മത്തിൽ ഗാന്ധി അവസാനം വരെ ഈ ധർമ്മത്തിൽ നിന്ന് പോകരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഈ ധർമ്മത്തിൽ നിൽക്കേണ്ടത് താഴ്ത്തപ്പെട്ടവരായിട്ടല്ല, താഴ്ത്തപ്പെട്ടവരായിട്ടല്ല. ഈ ധർമ്മത്തിൽ നിൽക്കേണ്ടത് ഒരു ജന്മം കൊണ്ട് ബ്രാഹ്മണ്യം സിദ്ധിച്ചു എന്ന് അവകാശപ്പെടുന്നവന് എത്ര പ്രാധാന്യമുണ്ടോ, എത്ര ഉണ്ട് അവന് നിങ്ങൾ വില കൽപ്പിക്കുന്നു, അതേ തുല്യത ഇവന് കിട്ടണം. അതെനിക്ക് നിർബന്ധമാണ്. അത് നമ്മളവിടെ പിറന്നുകൊണ്ടൊന്നുമല്ല. നമ്മൾ അങ്ങനെ അവകാശപ്പെടാൻ നമുക്കൊന്നുമില്ല. മാതൃയോനിയുമില്ല, പിതൃയോനിയുമില്ല. നമ്മളൊരു ജാതിയിൽ പിറന്നവനല്ല. സമ്പ്രദായം കൊണ്ട് നമ്മൾ സമുദായങ്ങളെ ഗതം ശൂദ്രസ്യ ശൂദ്രത്വം വിപ്രസ്യാപിച്ച വിപ്രത. ആർജിച്ച ബ്രാഹ്മണ്യവും കളഞ്ഞു, ജന്മം കൊണ്ട് സിദ്ധിച്ച ശൂദ്രത്വവും കളഞ്ഞിട്ടുണ്ട്. നമുക്കതൊന്നുമില്ല. പക്ഷെ നമ്മളിത് പറയുമ്പോൾ എന്താ കുഴപ്പം? ചണ്ടാള ബാബ പറയുമ്പോൾ ചണ്ടാള ബാബയ്ക്ക് ജാതി, അത് ബ്രാഹ്മണ ബാബ പറഞ്ഞാൽ ബ്രാഹ്മണ ബാബ അത് നവോത്ഥാനം പറയുക. അതാ പ്രശ്നം. അതാണ് പ്രശ്നം. പറയുന്നവന്റെ പ്രശ്നമാണ്. ഇതുവരെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഹിന്ദു ധർമ്മത്തിന് വിരുദ്ധമായ പ്രവർത്തനം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല.
ഹിന്ദുക്കൾ ഒന്നിച്ച് നിൽക്കാൻ വേണ്ടിയാണ് എല്ലാ സമ്പ്രദായങ്ങളും നമ്മളുടെ ജന്മദിനാഘോഷത്തിന് എല്ലാ സമ്പ്രദായങ്ങളും ഇനി നമുക്ക് തോന്നിപ്പോവാണ് ഇവിടെ ഇന്ത്യ മഹാരാജ്യത്ത് ചിലപ്പോൾ നമ്മളുടെ ജന്മദിനം ആഘോഷിക്കുന്ന പോലെ എല്ലാ സമ്പ്രദായങ്ങളും ചേർന്നുകൊണ്ടുള്ള ഒരു ആചാരങ്ങളും ഒരു മഠങ്ങളിലും നടക്കുന്നില്ല. ബ്രാഹ്മണനെ ആദരിച്ചുകൊണ്ടാണ് നമ്മളെല്ലാവരും. സന്യാസി ആദരിക്കുന്നു, എല്ലാ സമ്പ്രദായങ്ങളെയും അവരുടെ ആചാരങ്ങളും അവിടെ നടത്തുന്നു. അവരുണ്ട്, വേദസൂക്തങ്ങളും മുഴക്കുന്നുണ്ട്, ആദിവാസിയുടെ പാട്ടുകളുണ്ട്. പക്ഷെ എന്താണ്, നമ്മൾ ഈ ഹയറാർക്കി സംവിധാനത്തെ അംഗീകരിക്കില്ല. നമുക്കും അങ്ങേരുന്ന് വ്യത്യസ്തമായിട്ട് ഒന്നും വേണ്ടേ, ഒന്നും വേണ്ട. അങ്ങേക്ക് അറിയുന്ന അറിവ് അങ്ങേക്ക്, നമുക്ക് അറിയുന്ന അറിവ് നമുക്ക്. പക്ഷെ ഇവിടെ ഇതിനൊരു മാറ്റം ഉണ്ടാകണം. ഈ മാറ്റം ഉണ്ടായില്ലെങ്കിൽ സ്വാഭാവികം. ഈ മാറ്റം ഉണ്ടാക്കാനായിട്ട് എന്തെങ്കിലും പദ്ധതികൾ, മാറ്റം ഉണ്ടാക്കാൻ നമ്മൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഭഗവാൻ പറഞ്ഞ നിഷ്കാമമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ചെയ്തുകൊണ്ടിരിക്കുക, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. കാലം ആരെങ്കിലും അത് തിരിച്ചറിഞ്ഞ് ആ ഒരു ചെറിയ രീതിയിൽ അത് സഞ്ചരിക്കും. പക്ഷെ സമാജം മൊത്തത്തിലൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ രാഷ്ട്രത്തിൽ ഹിന്ദു ഭൂരിപക്ഷം ഏകദേശം 79.8 78.9% ഹിന്ദുക്കളുള്ള ഈ രാഷ്ട്രത്തിൽ ആ ഹിന്ദുക്കൾ ഇപ്പോഴും ഒന്നായി ഇരിക്കുന്നില്ല എന്നതിന് പ്രധാന കാരണം എന്താണെന്ന് ചിന്തിക്കും. ആ ചിന്തയ്ക്ക് കാരണം ഈ വിവേചനങ്ങളാണ്. ഇന്നലകളിൽ ഒരു ഇരുണ്ട കാലഘട്ടം ഉണ്ടായി, അതിനെ ചൊല്ലി ഇന്നും അതിനെ നമ്മൾ മണപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു മാറ്റം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ഏതെങ്കിലും അരയക്കുടിയിൽ ഒരു വ്യക്തിയെ കൊണ്ടുപോയിട്ട് ഞങ്ങൾ അവരെ അംഗീകരിച്ചില്ലേ എന്ന് പറഞ്ഞുകൊണ്ടൊന്നും ഹിന്ദുവിന്റെ ജാതീയത മാറുന്നില്ല. അവിടെ മാറണമെങ്കിൽ നമ്മൾ ആരും ആക്കണ്ട, പരസ്പരം ഒന്ന് അറിയാൻ ശ്രമിക്കുക, ഒന്ന് സ്നേഹിക്കുക. പച്ചക്കറി കഴിക്കുന്നതിന്റെ വായി കൊണ്ടിട്ട് മീൻ തിരികേണ്ട ആവശ്യം, മീൻ കഴിക്കുന്നതിന്റെ വായി കൊണ്ടിട്ട് നിങ്ങൾ പച്ചക്കറി തിരികേണ്ട ആവശ്യം. ഇതെല്ലാം എല്ലാവരും അവരവരുടെ രീതി മനസ്സിലാക്കുക. ഇതില്ലാണ് നേതൃത്വം കൊടുക്കുന്ന സന്യാസി വര്യന്മാരെ നേരിട്ട് കണ്ടപ്പോൾ നമുക്ക് വിഷമമായി പോയി. പുറത്തെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്, എല്ലാവരും ഒന്നിച്ചു വേണം. പക്ഷെ മറിച്ച് അടുത്തെത്തുന്ന സമയത്ത് ഇവർക്കൊക്കെ എങ്ങനെ നിരന്തരം കണ്ടെറിയപ്പെടുന്ന ഒരു ധർമ്മമായിട്ട് ഹിന്ദു ധർമ്മം മാറിയിട്ടുണ്ട്. നിരന്തരം ഈ അടിസ്ഥാന വിഭാഗത്തിൽ നിന്ന് വരുന്ന ഏതെങ്കിലും പോപ്പുലറായിട്ടുള്ള ആൾക്കാരെ നോക്കിയപ്പോൾ അവരാരെങ്കിലും ഹിന്ദുവിനെ സപ്പോർട്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്? എന്തുകൊണ്ടില്ല? അവർക്ക് എന്തൊക്കെയോ വേദന ഇവിടുന്ന് അനുഭവിക്കുന്നുണ്ട് ഇപ്പോഴും. നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അതിനെന്താ വെച്ചാൽ ഒരു മാറ്റം വേണം. നമ്പൂതിരിമാരാണെങ്കിലും അവർക്കും ഒരുപാട് വിഷമങ്ങളുണ്ട്, നമ്മളവരോട് സംസാരിക്കാറുണ്ട്. അവരുടേതായിരിക്കുന്ന പല ക്ഷേത്രങ്ങളും സംവിധാനങ്ങളും അവർക്ക് പരമ്പരാഗതമായ രീതിയൊക്കെ ഇല്ലാണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയപ്പെടുന്ന നമ്പൂതിരി സമുദായങ്ങളുടേതായിരിക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അത് കാലാനുസൃതമായി മാറ്റപ്പെടുന്നുണ്ടോ? ഏത് സമുദായത്തിനെയുള്ള മാറ്റം വരുത്തണം. അതൊന്നുമല്ല, ആർക്കും ദ്രോഹമില്ലാത്ത ഒത്തിരി ആചാരാനുഷ്ഠാനങ്ങളുടെ അവരുടെ പരമ്പരയിലുണ്ട്. പക്ഷെ അതൊക്കെ മറ്റുള്ളവർ കയറി ചെല്ലുമ്പോൾ അവർക്കുണ്ടാവുന്ന വിഷമങ്ങൾ. അപ്പൊ അത്തരത്തിലുള്ളൊരു രീതി ഉണ്ടാകുമ്പോഴാണ് നമ്മൾ വേണത് അവരുടെ ക്ഷേത്രങ്ങളിലേക്ക് നമ്മൾ അവരെ വിഷമിപ്പിച്ച് കയറുകയല്ല, തൊഴാനല്ല, പൗരോഹിത്യത്തിനും മറ്റു കർമ്മങ്ങൾക്കും വേണ്ടിയിട്ട്. അതെന്ത് ചെയ്യണം വെച്ചാൽ ഓരോ സമുദായങ്ങളുടെയും സമ്പ്രദായാധിഷ്ഠിതമായ ആരാധനാ കേന്ദ്രങ്ങൾ ഉണ്ടായി വരണം. ഇപ്പൊ ക്രൈസ്തവരെ നോക്കി നോക്കൂ, അവർ വിവിധ ക്രൈസ്തവരുണ്ട്, അവർക്ക് അവരുടെ ആരാധനാ കേന്ദ്രങ്ങളുണ്ട്, അവർ ആ സംവിധാനമായിട്ട് പോകുന്നു. മുസ്ലിങ്ങളും തന്നെ അവരെത്ര ജാതിയും മതവും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവർക്കും വിവിധങ്ങളായിരിക്കുന്ന ഭേദങ്ങളുണ്ട്, പുതിയത് ഉണ്ടായി വരുന്നുണ്ട്. അപ്പൊ ഹിന്ദുവിസത്തിൽ പണ്ടേയുണ്ട്. അപ്പൊ അവിടെ വേർതിരിവല്ല വേണ്ടേ, അതാത് സമ്പ്രദായത്തിന്റെ ആരാധനാ കേന്ദ്രം ഉണ്ടാവുകയും അത് ഉയർത്തിക്കൊണ്ടുവരികയാണ്. ഇതിന് സംഘടനകളും മുന്നിട്ടിറങ്ങണം. ഇപ്പോഴും അങ്ങനെയല്ല, അവർ ഈ പറഞ്ഞ വൈദികരുടേതായിരിക്കുന്ന സമ്പ്രദായം കൊണ്ടുവരികയും അവിടെ മറ്റുള്ളവരെ കയറ്റിയിട്ട് ബ്രാഹ്മണനാന്ന് പറയുകയാണ്. അപ്പൊ ഇങ്ങനെ എല്ലാവർക്കും പ്രാധാന്യം കൊടുക്കുന്ന എല്ലാ ഈ പറയുന്ന ഒരു പുഷ്പമാലയിൽ ഇരിക്കുന്ന പോലെ വിവിധ പുഷ്പങ്ങളും നമ്മൾ സ്വതവേ ഹിന്ദുക്കളുമായി ബന്ധപ്പെട്ട ഏതൊരു വിഷയത്തിൽ ചെന്നാലും കേൾക്കുന്ന ഒരു കാര്യമാണ്. വിവിധങ്ങളായിരിക്കുന്ന ഒരു മാലയിൽ വിവിധ രീതിയിലും മണത്തിലും ഗുണത്തിലുമുള്ള പുഷ്പങ്ങൾ ചേർത്ത് വെച്ചല്ലേ പറച്ചില് മാത്രമേ ഇത് അതെ, ആ പറച്ചില് മാത്രമാകുമ്പോൾ നമ്മൾ വിമർശിക്കുന്നതാണ്, നിങ്ങൾ ഇതൊക്കെ പറയുള്ളൂ, പക്ഷെ നിങ്ങൾ ആത്യന്തികമായിട്ട് നിങ്ങൾ ഈ ഹൈറാർക്കി ബ്രാഹ്മണിസം ചാതുർവർണ്ണ സിദ്ധാന്തം ഫോളോ ചെയ്യും. അത് മാറണം. അത് മാറാതെ ഒരു രക്ഷയുമില്ല. അതുകൊണ്ട് എന്നും നമ്മൾ വേണം, ഇപ്പോഴും വേണമല്ലോ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അംബേദ്കറെ കേട്ട പോലെ ഹിന്ദു നേതൃത്വങ്ങളും ഹിന്ദു ആചാര്യന്മാരും ചണ്ടാളഭാവ പറയുന്നതിൽ നന്മ കേൾക്കുക. എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് വിട്ടുകളെ. പക്ഷെ ആത്യന്തികമായി നമ്മൾ വളരെ ധർമ്മം ഉണ്ടാകും നമുക്ക് ഉറപ്പാണ്. നമ്മൾ ഹിന്ദു ഐക്യത്തിന് വേണ്ടിയിട്ടും ഈ രാഷ്ട്രത്തിന്റെ ശ്രേയസ്സിന് വേണ്ടിയിട്ടും മാത്രമാണ് നിലകൊള്ളുന്നത്. അതിനുവേണ്ടി തപം ചെയ്യുന്ന ഒരു സാധാരണ ഒരു പച്ച മനുഷ്യനാണ്. ബാബാജി, എന്തായാലും അങ്ങേക്ക് ഇപ്പൊ തിരക്കേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ പുസ്തകത്തെ കുറിച്ച്, അങ്ങനെ ഉപാസനകളുടെ വിഷയങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നതിനെ കുറിച്ച് പ്രധാനമായിട്ടും ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട്. ഈ വക വിഷയങ്ങളൊക്കെ നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത മേഖലകളാണെന്ന് വിചാരിക്കുന്നത് എല്ലാവരിലേക്കും പെട്ടെന്ന് എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ വിഷയം തന്നെയാണ്. അപ്പോൾ അതെന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഞങ്ങൾക്ക് കുറെ ചോദിക്കാനുണ്ട്, കുറെ അറിയാനുണ്ട്, ജനങ്ങൾക്കും കുറെ അറിയാനുണ്ട്. അങ്ങേക്ക് ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും അടുത്ത ഒരു തവണയും കൂടി ഒന്ന് ബുദ്ധിമുട്ടിക്കും. അപ്പോൾ എന്തായാലും ഇത്ര നേരം ഞങ്ങൾക്ക് വേണ്ടി സഹകരിച്ചതിന് വളരെ സന്തോഷം.
ശിവായ നമഃ ശിവായ.